മാളു, ആ എന്താണ്? നീ എന്തിനാണ് കൊച്ചിനോട് അമ്മ റൂമിൽ പോകണ്ടെന്ന് പറഞ്ഞത്? നീ കൊച്ചമ്മ റൂമിൽ പോകുമ്പോഴേക്കും കൊച്ചിന് ചീത്ത പറയുമെന്നും അമ്മനെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞില്ല. എന്താണ്? അതാ എന്റെ ഏട്ടായി അമ്മക്കൊന്നാമത് വയ്യാതിരിക്കണല്ലേ. ഇവളാണെങ്കിലേ നമ്മുടെ വീട്ടൊക്കെ കയറിയിരിക്കും. അമ്മക്ക് എന്തെങ്കിലും വന്നാലാ, അതുകൊണ്ടാണ് ഞാൻ അവളോട് അമ്മയുടെ റൂമിൽ പോകണ്ടെന്നൊക്കെ പറയണത്, ചീത്തയും പറയണത്. അതേലേ, ഞാനോർത്ത് നീ എന്താണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അല്ല മാളു, നമ്മുടെ മരുന്നൊക്കെ തീർന്നിട്ട് മേടിച്ചു കൊടുത്തായിരുന്ന? അതെന്ത് ചോദ്യം ഏട്ടായി? അമ്മക്ക് ഞാൻ മരുന്ന് മേടിച്ചു കൊടുക്കാതിരിക്കോ? അമ്മയുടെ മരുന്ന് തീർന്നതിന് 2 ദിവസം മുന്നേ തന്നെ ഞാൻ അമ്മക്ക് എല്ലാ മരുന്ന് ഞാൻ മേടിച്ചു കൊടുത്തു. അല്ല മാളു, ഞാൻ ഇവിടെ ജോലിക്ക് പോയതിനു ശേഷം നീ അമ്മയുടെ സ്വർണ്ണം എന്തെങ്കിലും മേടിച്ച് നിന്റെ കയ്യിൽ വെക്കാറുണ്ടാ? ഏട്ടായിക്ക് എന്തൊക്കെയാണ് പറയണത്? ആറണിമോനെയൊക്കെ പറഞ്ഞത് ഏട്ടായിക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. നമ്മുടെ അമ്മ ആ സ്വർണ്ണം നോക്കിട്ട് ആ വീടിന്റെ മുമ്പത്തിരിക്കണ എന്ത് ഐശ്വര്യമാണെന്നറിയോ? അത് കാണാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ അമ്മ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചു വെക്കോ? ഇത് ആരും ഏട്ടായി തമ്മിൽ പറ്റിച്ചതാണ്. ഏട്ടായിക്ക് എന്നെ അറിഞ്ഞൂടെ? നീ എന്ത് വിചാരിച്ച് ഒന്നറിയാൻ ചോദിക്കണ? എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് ചോദിച്ചത്. നമ്മുടെ മോള് തന്നെയാണ് എല്ലാവരും അടുത്ത് പറഞ്ഞത്. അവളെന്തായാലും അവളില്ല, നിന്നെപ്പോലല്ല അവള്. നിന്നോട് ആ പാവം എന്ത് തെറ്റടിയത്, നിനക്ക് എന്ത് ദ്രോഹമാണ് ആ അമ്മ ചെയ്തത്? നിനക്കറിയോ, നീ ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ടേ ആ അമ്മേനോട് ഒരു വാക്ക് വരെയും പറഞ്ഞില്ല. അതെ, നിന്നെ പേടിച്ചിട്ടല്ല, നമ്മ അമ്മയോട് ഈ ബന്ധത്തിന് വിരുദ്ധ വരെന്ത് വിചാരിച്ചിട്ടാണ് അമ്മ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. മനസ്സിലായ? എടി, നിന്റെ അമ്മന ഞാൻ എങ്ങനെയാണ് കാണുന്നത്? പറയുവാതെ സ്വന്തം അമ്മനെ പോലെ. നീ എങ്ങനെയാണ് എന്റെ അമ്മനെ കാണുന്നത്? സ്വന്തം അമ്മനെ പോലെയാണോ? അല്ല. അതെ, നീ അമ്മനെ പോലെയല്ല കാണുന്നത്, അമ്മായിയമ്മനെ പോലെ നീ കാണുന്നത്. അത് തന്നെയാണ് നിന്റെ കുഴപ്പം. മനസ്സിലായ? എടി, നിന്റെ അമ്മനെ ഞാൻ കണ്ടത് നിന്റെ സ്വന്തം അമ്മനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അമ്മക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോ എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ഞാൻ ചെയ്തു തരുന്നത്. എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടാണ് നിന്റെ അമ്മയുടെ കാര്യത്തിന്. അതുപോലെ തന്നെ എന്റെ അമ്മനെ നീ സ്വന്തം അമ്മനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയെ നീ തെറ്റിച്ചത്. നിനക്കേ ഇപ്പൊ ഇതിന്റെ ബുദ്ധിമുട്ട് വിഷമം ഒന്നും മനസ്സിലാവൂല. നാളെ നിന്റെ മക്കളാ, നിന്റെ മരുമക്കളാ, നിന്നോട് ഇങ്ങനെ കാണിക്കുമ്പോഴാ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അമ്മയുടെ കാര്യങ്ങൾക്ക് ഒരു കുറവ് വരുത്താനും ഞാൻ സമ്മതിക്കില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാം എന്റെ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ ജീവിക്കും, പക്ഷെ എന്റെ ഭാര്യയായിട്ടായിരിക്കില്ല. പറഞ്ഞു മനസ്സിലായ?